പാടലിപുത്രയുടെ മണ്ണിൽ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ഈറ്റില്ലവും പോറ്റില്ലവുമായ ബീഹാറിന്റെ മണ്ണിൽ ദേശീയ രാഷ്ട്രീയ നേതാക്കൾ കളം നിറയുകയാണ്. ഹറൗറ സീറ്റിൽ നേടിയ അപ്രതീക്ഷിത വിജയം, ഏകപക്ഷീയമായ വിജയം, NDAക്ക് സ്ഥാനാർത്ഥികളെ നിർത്താൻ കഴിയാതെ ഇന്ത്യ സഖ്യത്തിന് കിട്ടിയ വിജയം കോൺഗ്രസ് RJD ക്യാമ്പിൽ വലിയ ആത്മവിശ്വാസമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. എന്തായാലും ബീഹാർ രാഷ്ട്രീയം ഏത് ദിശയിലേക്ക് നീങ്ങുമെന്ന കാര്യം കണ്ടറിയേണ്ട ഒരു വസ്തുതയാണ്. കാരണം അത്രത്തോളം തീപ്പാറുന്ന പോരാട്ടമാണ് ബീഹാറിൽ നടക്കുന്നത്. രാഷ്ട്രീയ നിരീക്ഷകരിൽ നിന്നും ലഭ്യമാകുന്ന വിവരമനുസരിച്ച് നേരിയ എഡ്ജ് ഇന്ത്യ സഖ്യത്തിന് തന്നെയാണുള്ളത്. കാരണം ബീഹാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന നിതീഷ് കുമാറിനും NDA സഖ്യത്തിനുമെതിരെ വലിയ ജനവികാരമുണ്ട്. അവർക്കെതിരായ ജനവികാരം വോട്ടായി മാറിയാൽ അത് RJDയുടെയും കോൺഗ്രസിന്റെയും പെട്ടിയിലേക്ക് എത്തിയാൽ ഇത്തവണ ബീഹാറിൽ ഭരണമാറ്റം ഉണ്ടാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ദേശീയ രാഷ്ട്രീയത്തിന്റെ ഒരു ചൂണ്ടുപലക കൂടിയാണ്. കാരണം കേന്ദ്ര സർക്കാരിന് ഏറെ നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം രാജ്യത്തൊരു വലിയ സംസ്ഥാനത്ത് ആദ്യമായാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ബീഹാറിൽ എന്ത് വിധേനയും ഭരണം നിലനിർത്തണമെന്ന് തന്നെയാണ് NDAയുടെ ഒരു നീക്കം. NDA എന്ന് പറയുമ്പോൾ നിതീഷ് കുമാറിന്റെ ജനതാദൾ യുണൈറ്റഡ്, BJP, ലോക് ജനശക്തി പാർട്ടി, പാസ്വാൻ വിഭാഗം, ജിതിൻ റാം റാഞ്ചിയുടെ പാർട്ടി തുടങ്ങി 6ഓളം പാർട്ടികൾ ഉൾപ്പെട്ടതാണ് ബീഹാറിൽ NDA. മറുഭാഗത്ത് ഇന്ത്യ സഖ്യം, RJD, കോൺഗ്രസ്, ഇടതു രാഷ്ട്രീയ പാർട്ടികൾ ചേർന്ന് NDAയെ നേരിട്ട് കൊണ്ടിരിക്കുന്നു. അവിടെ ബീഹാറിന് വാരിക്കോരിയാണ് കഴിഞ്ഞ പൊതു ബജറ്റിൽ കേന്ദ്ര സർക്കാർ നൽകിയത്. ബീഹാറിന്റെ മുഖമുദ്രയായ മഖാന കർഷകർക്ക് വലിയ ആനുകൂല്യം നൽകി. ബീഹാറിന് IITയും NITയും പ്രഖ്യാപിച്ചു. ബീഹാറിന് കോച്ച് ഫാക്ടറി പ്രഖ്യാപിച്ചു. ഇത്തരം ബീഹാറിനെ IT ഹബ്ബാക്കി മാറ്റാനുള്ള ബീഹാറിന്റെ തലസ്ഥാനമായ പാട്നയെ IT ഹബ്ബാക്കി മാറ്റാനുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചു. അത്തരത്തിൽ ബീഹാറിന് കൂടുതൽ തീവണ്ടികൾ പ്രഖ്യാപിച്ചു. ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ബീഹാറിന് പൊതു ബജറ്റിൽ വാരിക്കോരി നൽകി. എന്നാൽ തെരഞ്ഞെടുപ്പിന്റെ കാഹളം മുഴങ്ങുന്ന അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ രാഹുൽ ഗാന്ധി ഉയർത്തിയ വോട്ട് ചോരി വിഷയമടക്കം ബീഹാറിലെ ജനങ്ങൾക്കിടയിൽ വലിയ തോതിൽ ബാധിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബീഹാറിന്റെ ഗ്രാമങ്ങളെയും നഗരങ്ങളെയും ഇളക്കിമറിച്ച രാഹുൽ ഗാന്ധി നടത്തിയ വോട്ടർ അധികാർ യാത്ര, ആ വോട്ടർ അധികാർ യാത്ര ബീഹാറിന്റെ ജനമനസ്സുകളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. കൂടാതെ ദേശീയ നേതാക്കന്മാർ ബീഹാറിൽ കളം നിറഞ്ഞു കഴിഞ്ഞു. ഒരു ഭാഗത്ത് രാഹുൽ ഗാന്ധി, തേജസ്വി യാദവ്, ലല്ലു പ്രസാദ് യാദവ്, പപ്പു യാദവ്, പ്രിയങ്ക ഗാന്ധി, DK ശിവകുമാർ, സച്ചിൻ പൈലറ്റ്, സിദ്ധരാമയ്യ തുടങ്ങി, പവൻ ഖേര, മനീഷ് തിവാരി തുടങ്ങി കോൺഗ്രസിന്റെ 1ാം നിര 2ാം നിര ദേശീയ നേതാക്കന്മാരെല്ലാം പ്രചരണ പ്രവർത്തനങ്ങളുമായി അവിടെ എത്തുകയാണ്. ബീഹാറിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി കൃഷ്ണ അല്ലവാരോ മുഴുവൻ സമയം ബീഹാറിൽ ക്യാമ്പ് ചെയ്യുകയാണ്. കനയ്യകുമാർ എന്ന് പറയുന്ന തീപ്പൊരി നേതാവ് ബീഹാറിനെ ഇളക്കി മറിച്ച് മുന്നോട്ട് പോവുകയാണ്. മറുഭാഗത്ത് അമിത്ഷായും നരേന്ദ്രമോദിയും ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ബീഹാറിന്റെ മണ്ണിൽ പ്രചരണത്തിനെത്തുകയാണ്. എന്തായാലും ബീഹാർ രാഷ്ട്രീയം തെരഞ്ഞെടുപ്പ് ചൂടിൽ കലങ്ങി മറിയുന്ന ഈ പശ്ചാത്തലത്തിൽ നവംബർ 14 രാവിലെ വോട്ടെണ്ണുമ്പോൾ ആർക്കനുകൂലമായി ബീഹാറിലെ ജനത ചിന്തിക്കും? രാജ്യത്തെ വോട്ട് കൊള്ളയും വോട്ട് മോഷണവും ഉറക്കെ വിളിച്ചു പറഞ്ഞ് വോട്ടർ അധികാർ യാത്ര നടത്തിയ രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായി ബീഹാറിലെ ജനത വിധി എഴുതുമെന്ന് തന്നെയാണ് ഇപ്പോഴും രാഷ്ട്രീയ നിരീക്ഷകർ വിശ്വസിക്കുന്നത്.